ബോയ്സിനെ ഹാൻഡിൽ ചെയ്യണ പോലെ ഗേൾസിനെ ഹാൻഡിൽ ചെയ്താൽ അല്ല തരിപ്പണായിപ്പോ നമ്പർ ഓഫ് മൂവീസിലല്ല എന്ത് നമ്മൾ ചെയ്യുന്നു എന്നതിലാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് ഐ വാണ്ടഡ് എ ഗുഡ് ടീം ആസ് എൻ ആർട്ടിസ്റ്റ് ഐ കുഡ് കോൺട്രിബ്യൂട്ട് സോ മച്ച് വാട്ട് വി ക്യാൻ ആൻഡ് വാട്ട് വി ക്യാൻ നോട്ട് ഡു നമ്മൾ അറിയണം. സാധാരണ ഒരു സിറ്റുവേഷൻ നമ്മൾ പോലും നമ്മൾ ചെയ്യുന്നു വിചാരിക്കാത്ത സാധനങ്ങൾ വരെ നമ്മൾ ചെയ്യുന്നത് ഇക്ക ഭയങ്കര കംഫർട്ടബിൾ ആക്കി എല്ലാവരും. അതിനകത്തുള്ള എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ഡിക്കൂ എന്ന രീതിയിൽ അങ്ങനെ പോകുന്നില്ല. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു കട്ടൻ ചാപ്പി വിത്ത് ഡോക്ടർ VS. ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള വളരെ ചെറിയ ഏജിൽ തന്നെ മിസ് കേരളയായി, അത് കഴിഞ്ഞതിന് ശേഷം ഒരു അക്കംപ്ലിഷ്ഡ് മോഡലായി, അത് കഴിഞ്ഞ് വളരെ പക്വതയുള്ളൊരു ആക്ട്രസ്സായി സുന്ദരി കോലയായിട്ടിരിക്കുന്ന ഒരു ആക്ട്രസിൻ്റെ വീട്ടിലാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ മിസ് കേരള എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചെറുതായിട്ടെങ്കിലും കത്തിയിട്ടുണ്ടാവും. അത് വേറെ ആരുമല്ല, ഇന്ദു തമ്പിയാണ്. അപ്പോൾ ഇന്ദു തമ്പിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ദു തമ്പിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. ഒരു ബ്ലോക്ക് ബസ്റ്റർ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പോലത്തെ ഒരു ഭയങ്കര വുമൺ എംപവർമെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മൂവി. അപ്പോൾ ആ ഫിലിമിൻ്റെ വിശേഷങ്ങൾ എനിക്ക് എന്തായാലും ചോദിക്കണം, കാരണം അതെല്ലാം പെണ്ണുങ്ങളുടെ ശക്തി കാണിക്കുന്ന മൂവിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് കാണാൻ ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ആ മൂവിൻ്റെ വിശേഷങ്ങൾ അറിയണം, മാമിൻ്റെ ഫിറ്റ്നസിൻ്റെ രഹസ്യങ്ങൾ അറിയണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയണം. അപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങോട്ട് പോവാണ്. ജസ്റ്റ് ഐ വിൽ നോക്ക് ദ ഡോർ. ഓക്കെ. Hours എന്ന ഫിലിമിനെ കുറിച്ചാണ്. ബിക്കോസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൻ്റെ ട്രെയിലർ കണ്ടിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചത് എന്തോ സംതിങ് റിലേറ്റഡ് ടു ഗേൾസിൻ്റെ എന്തോ പ്രശ്നമാണ്. ഒരു ഹീറോ ഒക്കെ വരും രക്ഷപ്പെടുത്തും എന്നൊക്കെ വിചാരിച്ചിരുന്നത്. മനസ്സിലായി? സ്ഥിരം അങ്ങനെയാണല്ലോ, ക്ലീശയാണല്ലോ. ഒന്നിനും ഹീറോ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ബി വേണം. ഇങ്ങനെ മാനത്തുനിന്ന് പൊട്ടി മുളച്ച പോലെ ആരെങ്കിലുമൊക്കെ വരണം. പക്ഷേ ഇപ്പോൾ കുറച്ച് മൊമെന്റ്സ് മുന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. പെണ്ണുങ്ങൾ വിചാരിച്ചാൽ രക്ഷപ്പെടാനൊക്കെ പറ്റും, നമ്മുടെ പവർ നമ്മൾ ഉപയോഗിക്കുക. അപ്പം മാക്സിമം നമ്മൾ വിചാരിച്ചേക്കൂടെ ഒരു വള ഉണ്ട് കിട്ടി കുത്തുക എന്നൊക്കെയല്ല, സെൽഫ് ഡിഫെൻസ് കുറേ ക്ലാസ്സസ്, പെപ്പർ സ്പ്രേ അതൊക്കെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കുറച്ചുകൂടെ മെന്റൽ പവർ കൂടുതൽ യൂസ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. പ്ലീസ് 18 hours ഡിഫറൻസ് അതാണ്. ഈ പറയാൻ പോലെ വീണ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് കുറെ ഗേൾസ് കൂടി ചേർന്ന് കുറെ ക്രൂരന്മാരുടെ കയ്യിൽ പെടുകയും അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നതാണ്. ആക്ച്വലി ഈ ഒരു സിനിമയിൽ ക്ലൈമാക്സ് പറയുന്നത് കുഴപ്പം ഇവർ രക്ഷപ്പെടും എന്നുള്ളത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഇത് എങ്ങനെ രക്ഷപ്പെടുന്നു എന്നതാണ് അതിന്റെ ഒരു പുതുമ എന്ന് പറയുന്നത്. അതിലാണ് അതിന്റെ ഇമ്പാക്റ്റ് ഉള്ളത്. സോ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് മെയിൻലി എ ടീം എഫേർട്ട്. ബിക്കോസ് എനിക്ക് നമ്മളെല്ലാവരും പറയില്ലേ ഈ അടി തെറ്റിയ ആനയും വീഴും. അപ്പൊ നമ്മൾ ഈ ശക്തിയിലുള്ള കാര്യം നമ്മൾ ബുദ്ധിയിൽ ഒന്നിച്ച് ടീം എഫേർട്ടായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. അത് ഇതിനകത്ത് നന്നായിട്ട് ഇഫ് യു സി ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നൊക്കെ അങ്ങനെയാണ്. ഒരു നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരാൾ ഒരു എന്താണ് ഒരു നമ്മളെക്കാട്ടൊക്കെ കുറച്ചുകൂടെ ഹൈറ്റും സൈസും ഉള്ള ഒരു ആണിനെ ഇടിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റണം. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇതാണ്. അപ്പൊ ടീം വർക്ക് ആയിട്ട് ഒരു ഈ 7 ഗേൾസ് ഇഫ് യു അറ്റാക്ക് 1 person at once, അതായത് അതിന്റെ എങ്ങനെയൊക്കെ നമുക്ക് അഡ്വാൻറ്റേജ് എടുക്കാം, അതിലാണ് അതിനകത്ത് ഉള്ള ഒരു രസമായിരിക്കുന്നത്. ഇനി കൂടുതൽ പറഞ്ഞാൽ ഞാൻ സിനിമ. പക്ഷേ എനിക്ക് ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. ആസ് എ ഡോക്ടർ ഐ ക്യാൻ സേ ഒരു സയന്റിഫിക് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഞാൻ തരാം. അഡ്രിനാലിൻ ഹോർമോൺ അല്ലേ, നമുക്ക് അറിയാനാണ്, നമ്മൾ സ്കൂളിൽ കൂടുതൽ പഠിക്കുന്നതാണ്. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ഹോർമോൺ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഹോർമോൺ എന്നൊക്കെ പറയുന്ന ഹോർമോൺ. അത് പട്ടി കടിക്കുമ്പോൾ ആ ഹോർമോൺ ഇങ്ങനെ നമ്മുടെ ദേഹത്ത് ഇങ്ങനെ വളരെയധികം വന്നിട്ട് നമ്മൾ എന്താ ചെയ്യാം, മസിൽസിൽ ഫുള്ള് രക്തോട്ടം കൂടും. നമ്മൾ മരത്തിൽ കയറാത്ത ആൾ പോലും ചാടി മരത്തിൽ കയറും. ഡെഫിനറ്റ്ലി അഡ്രിനാലിൻ റൈസ് ആവുന്നുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചാൽ മതി. അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഫ്രീസ് ആവാതെ പോകണം, അല്ലെ ഫ്രോസൺ ആവാണ്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാം. നമ്മൾ സർവൈവലിന്റെ ആ ഒരു ഇൻസ്റ്റിങ്ക്ട് കിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സംടൈംസ് നമ്മൾ സാധാരണ ഒരു സിറ്റുവേഷൻ നമ്മൾ പോലും നമ്മൾ ചെയ്യുന്നു വിചാരിക്കാത്ത സാധനങ്ങൾ വരെ നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ഹാപ്പനിങ് ഇൻ ദിസ് മൂവി. പക്ഷെ എനിക്ക് ഇതിൽ വേറൊരു കാര്യം കൂടി ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ഗസ് ചെയ്ത കറക്റ്റ് ആണെങ്കിൽ ഈ സ്പോർട്സ് പേഴ്സൺസ് ആണ് ഇതിൽ അഭിനയിക്കുന്നത്. അതിനകത്തുള്ള എല്ലാ കുട്ടികളും ഒരു സ്പോർട്സ് ഇവന്റിൽ പോകുന്ന പോലെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അങ്ങനെ ഒരു ബസ്സിലൊരു യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കിഡ്നാപ്പിംഗ് സംഭവിക്കുന്നത്. അതും നമുക്ക് മെഡിക്കലി റിലേറ്റ് ചെയ്യാം. എന്താന്ന് വെച്ചാൽ സ്പോർട്സ് പേഴ്സൺസിന് ഡിസിപ്ലിൻ ലൈഫ് ഉണ്ട്. അവർ കുറച്ച് പ്രാക്ടീസ് ചെയ്ത ആൾക്കാരാണല്ലേ. ഇപ്പൊ നമ്മളിപ്പോൾ ഫസ്റ്റ് ഖോഖോ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം ബാക്കിൽ നിന്ന് ഒരാളിങ്ങനെ തള്ളാൻ വരുന്ന മൊമെന്റ് നമുക്കറിയാം, ബിക്കോസ് ഓഫ് പ്രാക്ടീസ്. അല്ലെങ്കിൽ ഒരു പന്ത് വരുമ്പോൾ നമ്മളിപ്പോൾ ക്രിക്കറ്റർ ആയിട്ടുള്ള ലേഡി ആണെങ്കിൽ അവർക്ക് അത് അറിയാം. ആ ട്രെയിൻ ചെയ്ത ലേഡീസ് അത് ഉപയോഗിക്കുന്ന കാണിക്കുമ്പോഴേ ഇത് ട്രെയിൻ ചെയ്യപ്പെടാത്ത ലേഡീസിന് ഇൻസ്പിറേഷൻ ഉണ്ടാവും. Everybody has it in them. Yes, that is true. സയന്റിഫിക്കലി ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ട്രോളും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല, പേടിക്കണ്ട. കാരണം ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഇപ്പൊ കറക്റ്റ് സയന്റിഫിക്കലി ലോക്ക്ഡ് ആണ്. ഐ എം സോ ഹാപ്പി ദാറ്റ് അങ്ങനത്തെ മൂവീസ് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വരണു എന്നുള്ളത് വളരെ ഹാപ്പി. അതുപോലെ സാർ അങ്ങനെ, ഇനി രാജേഷ് സാറാണ് എന്റെ ഡയറക്ടർ അല്ലേ. എങ്ങനെയായിരുന്നു സാറിന്റെ മാമിന്റെ ഒരു കംബാക്ക് മൂവി അല്ലേ?
ഒരു കംബാക്ക് മൂവി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മെയിൻ ഫുൾ സ്ക്രിപ്റ്റിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു ദിസ് ഇസ് മൈ ഫസ്റ്റ് മൂവി. അതെ അതെ, മെയിൻ ഹീറോയിൻ ആണ് ഉദ്ദേശിച്ചത്. മെയിൻ ഹീറോയിൻ. സോ ഐ വുഡ് സേ ദിസ് ഇസ് മൈ ഫസ്റ്റ് മൂവി ബിക്കോസ് ദാറ്റ് ഇസ് ഇതിനകത്ത് എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് ഐ കുഡ് contribute so much into the the movie, and it's there. Artist contribution is there throughout the script. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ it is actually my first movie. കാരണം ഇത്രയ്ക്കൊരു എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി വേറെ വന്നിട്ടില്ല. സോ ഇറ്റ്സ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമ എടുത്തത്. വെച്ചാൽ ഇതുപോലത്തെ ഒരു സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇടയ്ക്ക് ചെയ്തിട്ട് ഓടിപ്പോയൊരു മൂവിയില്ലേ ദുൽഖറിന്റെ, നമ്മുടെ ജോമോന്റെ ആ സുവിശേഷങ്ങൾ, ആ മൂവിയിലെ ക്യാരക്ടർ ഒരിക്കലും മറക്കാൻ പറ്റില്ല. സ്പെഷ്യൽ ആയിട്ട് ബിക്കോസ് ഓഫ് അഖിൽ, സത്യൻ സാറിന്റെ മകൻ അഖിൽ ഉള്ളതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ഫ്രണ്ടിന് വേണ്ടി നല്ലൊരു റോൾ, പിന്നെ സത്യൻ സാറിന്റെ ഒരു മൂവി എന്ന രീതിയിൽ ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തൊരു റോൾ. പക്ഷെ ആൾക്കാർ ആ ജെസ്സി എന്ന ക്യാരക്ടറിന്റെ സ്വീറ്റ്നെസ്സും ആ ഒരു ഐ തിങ്ക് ഇറ്റ്സ് മോസ്റ്റ്ലി ദ ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഒരാളാണ്. പിന്നെ അതിന്റെ ആ ചെയ്തിരിക്കുന്ന ആ ഒരു കൺവെർസേഷൻസ് റോൾസ് ഒക്കെ നോക്കുമ്പോഴാണ് ആൾക്കാർ അത് ഹൃദയത്തോടെ അങ്ങനെ എടുക്കുകയും ചെയ്തു. വെരി ഗുഡ്. അത് മാത്രമല്ല നമ്മുടെ DQ അല്ലെ, നമ്മുടെ ഒരു ആവശ്യം വന്നപ്പോ ഒരു ദുഷ്ടങ്ങളും ഒരു ദുഷ്ടന്മാരെ സഹായിക്കണില്ല അല്ലെ. അവിടെ നമ്മൾ ജോമോൻ എന്നെക്കാട്ടി കൂടി DQ-നെയാണ് നോക്കുന്നത്. ആരും സഹായിക്കണില്ല. ഏട്ടത്തെങ്കിലും സഹായിച്ചില്ല. എന്ത് സ്വീറ്റാ. അങ്ങനെ ഒരു എക്സ്ട്രാ പാമ്പറിങ് വരുന്നുണ്ട്. പിന്നെ അത് നല്ലൊരു ആ റോള് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ റീസെന്റ് കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ കുറച്ച് കമന്റ്സ് വായിക്കുമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഇന്റർവ്യൂവിന് മുന്നേ. അപ്പൊ പറഞ്ഞു ഇത് നമ്മുടെ ജോമോന്റെ സുവിശേഷങ്ങളിലെ ഏട്ടത്തിയല്ലേ എന്നാണ് ആൾക്കാർ കമന്റ് ഇട്ടേക്കുന്നത്. അപ്പൊ സോ ദേ റെക്കഗ്നൈസ്, അവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഇനി അടുത്ത നമ്മുടെ ചോദ്യം ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു DQ ആയിട്ടുള്ള അനുഭവങ്ങൾ? ഇക്ക ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര ഷൈ ആണ്, ആൻഡ് ഹി ഈസ് ഓൾസോ ഫൺ ടു വർക്ക് വിത്ത്. കാരണം നമുക്കൊരു സീക്വൻസ് ഉണ്ട് ഹോസ്പിറ്റൽ സീനകത്ത്, ഇഫ് യു റിമെമ്പർ. കാരണം അച്ഛൻ ഭയങ്കര ഈ പൈസ 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 എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ജെസ്സിയുടെ. അപ്പോൾ ഹീസ് ലൈക്ക് സെയിങ് ദിസ് തിങ് ദാറ്റ് തിങ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ട് ഇത് രണ്ടിനും തമ്മിൽ ജസ്റ്റ് ആക്ഷൻസ് വെച്ചിട്ട് ഓ എന്നൊക്കെ പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഇറ്റ്സ് എ വെരി സ്വീറ്റ് സീക്വൻസ്. പുള്ളിക്കാരൻ കയ്യിൽ നിടുമ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് വർക്ക് ചെയ്യാൻ. കാരണം ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ് ആള്. ഇങ്ങനെ ഭയങ്കര ജാഡിയോ അങ്ങനത്തെ ഒരു പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ ഹി വാസ് വെരി സ്വീറ്റ് ടു വർക്ക് വിത്ത്. അപ്പം എനിക്ക് തോന്നുന്നു ഇക്ക ഭയങ്കര കംഫർട്ടബിൾ ആക്കി എല്ലാവരെയും. അതിനകത്തുള്ള എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഞാൻ DQ എന്ന രീതിയിൽ അങ്ങനെ പോകുന്നിരുന്നില്ല. ഹി വാസ് വെരി സ്വീറ്റ്, വെരി ഡൗൺ ടു എർത്ത് ആൻഡ് വെരി സപ്പോർട്ടീവ് ആർട്ടിസ്റ്റ്. അപ്പോൾ അത് DQ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഞാൻ ഒരു ചോദ്യം കൂടി വരുന്നത് പിന്നീട് ചോദിക്കാം. ഇനി ബാക്ക് ടു ദിസ് 18 hours എനിക്ക് വീണ്ടും പറയാൻ ഒരു ത്വര ചോദിച്ചോട്ടെ. ദ തിങ് ഇസ് ദാറ്റ് ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞു ഒരു ഏകദേശം നമുക്കൊരു പ്ലോട്ട് മനസ്സിലായി, കുട്ടികൾ അങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞു. വാട്ട് അബൌട്ട് യുവർ ക്യാരക്ടർ? My character is called Anupama, Anu. ആൻഡ് അനു എന്ന് പറയുന്നത് എന്നെ പോലെ തന്നെ ഒരു ടൈപ്പ് 1 ഡയബറ്റിക് ആണ്. അപ്പൊ പുള്ളിക്കാരത്തി ഇതുപോലെ സ്പോർട്സ് പേഴ്സൺ ആണ്, സ്കൂളിലെ ടീച്ചർമാരുടെ പെറ്റ് ആണ്. അങ്ങനത്തെ ടൈപ്സ് ഉണ്ടല്ലോ നമ്മുടെ സ്കൂളിലൊക്കെ. എല്ലാം ചെയ്യും, ഓൾറൗണ്ടർ ആണ്. പഠിത്തത്തിലും ഓക്കെ, സ്പോർട്സിലും ഓക്കെ, എല്ലാത്തിലും ഓക്കെ, ടീച്ചേഴ്സ് പെറ്റ് ആണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ ഒരു പാവമാണ് പുള്ളിക്കാരത്തി. ഇതുപോലെ ഈ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു ജസ്റ്റ് ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികൾ സ്പോർട്സ് ഫെസ്റ്റിൽ പോകുമ്പോൾ അങ്ങനെ അവരുടെ കൂടെ കൂടുന്നു. ബിക്കോസ് ഷീസ് എൻ എക്സ് സ്റ്റുഡൻറ് എന്ന രീതിയിൽ കൂടുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ഗേൾ ആണ് ഷീ. ഓൾസോ ഐ തിങ്ക് അവസാനം ആകുമ്പോൾ ഈ കുട്ടികളെ ഷീ റിയലൈസസ് ദാറ്റ് ഷീ ബിക്കംസ് ദി ഓൺലി അഡൽട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ കുട്ടികളെ രക്ഷിക്കണം, എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് ലീഡ് എടുക്കണം എന്ന് ഫീൽ ചെയ്യുമ്പോൾ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫൈറ്റ് ആ ഒരു ഇത് വരുമ്പോൾ ആ കുട്ടി നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നതും ലൈക്ക് എവരിബഡി ഒരു ടീം എഫേർട്ട് ഉണ്ടാക്കുന്നതും ഇറ്റ്സ് എ ഗുഡ് തിങ്. ഐ ലൈക്ക് ഹർ ക്യാരക്ടർ വെരി മച്ച്. എനിക്ക് ഐ ക്യാൻ കണക്ട് ടു നീരജ. അറിയില്ല, നാളെ ഫിലിം കാണുമ്പോൾ അതെത്രത്തോളം കണക്ഷൻ വരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് മാമിന്റെ ക്യാരക്ടർ. അപ്പൊ വാട്ട് അബൌട്ട് ദ ഡയറക്ടർ? എനിക്ക് ഡയറക്ടറിനെ കുറിച്ച് അറിയണം. എങ്ങനെയാണ് ഇത്രയും പെൺകുട്ടികളുടെ സഹിച്ചത് അദ്ദേഹം? He has got 2 daughters of his own. Definitely. So I think he's okay with girls. പിന്നെ പുള്ളിക്കാരൻ അറിയാം ബോയ്സിനെ ഹാൻഡിൽ ചെയ്യണ പോലെ ഗേൾസിനെ ഹാൻഡിൽ ചെയ്താൽ അല്ല തരിപ്പണായി പോകും, അവിടെ കരഞ്ഞ് കോളം തോണ്ടി പിന്നെ രസമായിരിക്കും. പിന്നെ ആക്ച്വലി വാസ് വെരി സ്വീറ്റ്. കാരണം ഈ ബാക്കിയുള്ള കുറച്ച് ബോയ്സ് ഒക്കെ ഇപ്പൊ അദ്വൈതും സച്ചിനും ഒക്കെ ദേ ഹാവ് വർക്ക് വിത്ത് ഹിം ബിഫോർ. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്ന സാറ് ഭയങ്കര ചൂടനാണ്, സീൻ ചെയ്തതിന് ചീത്ത വിളിച്ച് റെഡിയാക്കും പേടിച്ച് ഞാനും ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ അയ്യോ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പം പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. വെച്ചാൽ നമുക്കൊരു 7 days വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ്. കാരണം മിക്ക പെൺകുട്ടികളും ഫ്രഷേഴ്സ് ആണ്. അപ്പോൾ അവർക്കൊരു കംഫർട്ടിന് വേണ്ടി അങ്ങനെ രീതിയിൽ സാർ മാക്സിമം നമുക്ക് എന്തായിരിക്കും കംഫർട്ട്, ആർട്ടിസ്റ്റ് എന്തായിരിക്കും കംഫർട്ട് എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ആക്ച്വലി ഇറ്റ്സ് ബെനിഫിഷ്യൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് നമ്മുടെ മാക്സിമം നമ്മൾ കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സീരീസിൽ തന്നെ ഷൂട്ട് ചെയ്ത് പോവുകയും ചെയ്യും. സർ ടുക്ക് ദാറ്റ് ഡിസിഷൻ. അതുകൊണ്ട് ഈ ആർട്ടിസ്റ്റ് എസ്പെഷ്യലി
ഫസ്റ്റ് ടൈം ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. കാരണം അവർക്ക് ഫസ്റ്റ് സീൻ ആദ്യം ചെയ്യുക. യൂഷ്വലി സിനിമാസ് അങ്ങനെയല്ല, ക്ലൈമാക്സ് ആദ്യം ഷൂട്ട് ചെയ്യും, പിന്നീട് അങ്ങോട്ടൊക്കെ ചെയ്യും. അപ്പൊ ഇത് അങ്ങനെ തന്നെ എടുത്തുപോയി. അപ്പൊ അവർക്ക് അതുപോലെ ബിൽഡ് ചെയ്ത് എക്സ്പ്രഷൻസ് ഒക്കെ ബിൽഡ് ചെയ്തും കണക്ട് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞു, അപ്പൊ എനിക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. ഐ തിങ്ക് അത് അത്രയും സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഇപ്പോൾ സീരിയസ് ആയ ഒരു സീനാണെങ്കിൽ പുള്ളിക്കാരൻ അതിന്റെ ടോൺ സെറ്റ് ചെയ്യും. കാരണം ആ ഒരു ടൈമിൽ പുള്ളിക്കാരന്റെ മൂഡും സീരിയസ് ആയിരിക്കും, പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും അതുപോലെ ഒന്ന് ഇത് ചെയ്യും. എനിക്ക് തോന്നുന്നു അത് ആസ് ഫസ്റ്റ് ടൈം ആർട്ടിസ്റ്റ് ഓൾ ദീസ് ഗേൾസിന് ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിരുന്നു സാർ, ഡെഫിനറ്റ്ലി. ബിക്കോസ് അവര് ഇതുപോലൊരു സെറ്റ് ഒരു ഫാമിലി പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. വെച്ചാൽ അവർക്ക് എന്ത് വേണം, ഇപ്പോൾ മോസ്റ്റ് കിഡ്സ് ഇപ്പോൾ ചില സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ സേഫ് ആയിട്ട് തിരിച്ച് സെറ്റിലായാലും റൂമിലൊക്കെ ആയിട്ടും സേഫ് ആയിട്ട് കൊണ്ടുപോകണം. അങ്ങനെ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഭയങ്കര ഒരു സ്വീറ്റ് ആയിട്ടാണ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഓക്കെ, അപ്പോൾ 2 പെൺകുട്ടികളുടെ അച്ഛൻ അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അതായത് പെൺകുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ എന്ത് സിറ്റുവേഷൻ ഉപയോഗിച്ചിട്ട് അത് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് അതിനകത്ത് കാണിച്ചു തരുന്നത്. അത് എനിക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി പണ്ടത്തെ മിസ് കേരളയാണ് നമ്മളോട് ഇരിക്കുന്നത്, മനസ്സിലായില്ലയോ? എനിക്ക് വയ്യ. ഞാനൊക്കെ മിസ് കേരള എന്ന് വെച്ചാൽ ആ സ്മൈൽ ഇപ്പോഴും മറക്കാൻ പറ്റില്ല. എത്ര ഇറ്റ്സ് മിനിമം ഒരു 4 വർഷമെങ്കിലും 5 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു മിസ് കേരളയുടെ സ്മൈൽ മറക്കാൻ പറ്റില്ല. എത്ര മിസ് കേരളമാരെ നമ്മൾ ഓർക്കും. ഓക്കെ, അപ്പൊ ഇന്ദു തമ്പി കേൾക്കുമ്പോൾ ഫസ്റ്റ് മിസ് കേരള അല്ലേ എന്നാണ് കണക്ട് ചെയ്യണം, മനസ്സിലായില്ല? അപ്പൊ യുവർ സ്മൈൽ, ആ ഫോട്ടോ, ആ പത്രത്തിൽ വന്ന ഫോട്ടോ, ആ ഫോട്ടോയിലെ സ്മൈലും ഞങ്ങൾക്ക് അത് മറക്കാം. ഇത് എനിക്ക് ശരിക്കും കണക്ട് ചെയ്യാൻ ഇവിടെ മഞ്ജു ചേച്ചിയായിട്ടാണ്. മഞ്ജു ചേച്ചിക്ക് കലാതിലകം കിട്ടിയ സമയത്തുള്ള ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ എന്റെ മനസ്സിൽ ദൂരെ പോയിട്ടില്ല. ഇപ്പോഴും ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഞാൻ എനിക്ക് അങ്ങനെ ഏതൊരു പത്രത്തിൽ ഞാൻ കണ്ടേ, അത് എന്റെ മനസ്സിൽ കിടക്കണ പോലെയാണ് താങ്കൾക്ക് മിസ് കേരള കിട്ടിയപ്പോൾ. നോക്കുക, എന്തൊരു ഭാഗ്യം നോക്കണം. മിസ് കേരള, ഓക്കെ. അത് കഴിഞ്ഞ ശേഷം മോഡലിംഗ് ഭയങ്കരമായിട്ട് അക്കംപ്ലിഷ്. അത് കഴിഞ്ഞിട്ട് ആക്ടിങ് പഠിച്ച സ്കൂള്, അതൊന്നും പറയാതിരിക്കാൻ പറ്റും. ഒരു സ്കൂള് KK രാജീവ് സാറിന്റെ സ്കൂളല്ലേ, സാറിന്റെ ഒരു സീരിയലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വാവ്, സൂപ്പർബായിരുന്നു. അന്നത്തെ എല്ലാ അമ്മമാരുടെയും എല്ലാവരുടെയും ഭയങ്കര ഫേവറേറ്റ്. സാറിന് ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ എപ്പോഴും സീരിയൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരുന്നു ആക്ടിങ്ങിലേക്കുള്ളൊരു പാഷൻ വരുന്നത്? എങ്ങനെയാണ്? ആക്ടിങ് എപ്പോഴും കിടന്നിരുന്നു അകത്ത്. കാരണം കൊച്ചിലെ ഞാൻ പൊതുവേ കൊച്ചിലെ ഞാൻ ഓരോ സ്ക്രിപ്റ്റുകളൊക്കെ ചുമ്മാ ഇങ്ങനെ എഴുതിയിട്ട് ആ അപ്പൂപ്പനെയും അമ്മൂമ്മേനെയും ഒക്കെ പിടിച്ചിരുത്തി, അവരായിരുന്നു എൻ്റെ ഓഡിയൻസ്. ഒരു സമയമുണ്ട്, അതുകൊണ്ട് അവരെ പിടിച്ചിരുത്തി ഞാൻ അവരെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു, അവർ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് സ്കൂളിലൊക്കെ എത്തിയപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽസിലൊക്കെ യൂഷ്വലി ഡ്രാമ, പിന്നെ എനിക്ക് കൂടുതലും ഫോക്ക് ഡാൻസ് ഒക്കെ ഇഷ്ടം. ഈ ഭരതനാട്യത്തിലൊക്കെ ആണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പോവാം. പക്ഷേ ഗ്രൂപ്പ് ഡാൻസ്, ഫോക്ക് ഡാൻസ് നമുക്ക് അഭിനയിച്ച് കളിക്കുന്ന ഓരോ ഡാൻസുകളാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അതിലൊക്കെ അങ്ങനെ പോയി തുടങ്ങി. പിന്നെ നമ്മൾ സ്കിറ്റുകളും അല്ലാതെ ഡ്രാമാസ് ഒക്കെ സ്കൂളിലും കോളേജിലും ഒരുപാട് ചെയ്തിട്ട് അങ്ങനെ ശീലിച്ചുള്ളൂ. അപ്പോൾ ഞാനിത് ആക്ടിങ് ആസ് എ കരിയർ ഞാൻ ചിന്തിക്കുന്നില്ല. ബിക്കോസ് മൈ ഫാമിലി കംസ് ഫ്രം ദാറ്റ് ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് ദേ ഡോണ്ട് തിങ്ക് ഓഫ് ആക്ടിങ് ആസ് എ കരിയർ. പക്ഷേ ഇത് മനസ്സിൽ ആക്ടിങ് ചെയ്താൽ നല്ലതായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഐ വോണ്ട് ലിറ്റററി ഫീൽഡിന് എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ആൻഡ് ഐ ആം എ ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ്. സോ അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല പ്ലേസിനെ നമ്മൾ ആക്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ അങ്ങനെയാണ് കണക്ട് ചെയ്തത്. ഐ ഡോണ്ട് നോ അബൌട്ട് ദി അതർ ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ്സ്. പക്ഷേ ഞാൻ അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് പൊതുവെ ലൈഫായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയ ഒരു സാധനമായിരുന്നു. പിന്നെ മിസ് കേരള കിട്ടിയതിന് ശേഷമാണ് ഈ ആക്ടിങ്ങിന്റെ ഒരു ഇത് വരുന്നത് തന്നെ. വൈ നോട്ട്, ഐ ക്യാൻ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. പക്ഷെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം വാട്ട് ഐ ഹവ് ഡൺ ഇസ് ബേസിക്കലി തിയേറ്റർ കൈൻഡ് ഓഫ് ആക്ടിങ്. അപ്പോൾ ഇതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിൽ ബ്രേക്ക് ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഒരു ഡയലോഗ് കുറെ പ്രാവശ്യം പറയേണ്ടി വരും, ചിലപ്പോൾ കിട്ടിയില്ല. ലൈറ്റ് ശരിയാക്കണം, ക്യാമറ നോക്കണം, എന്തൊക്കെയാണ്. മറ്റേ നമ്മൾ ലൈവ് ഓഡിയൻസിനോട് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവരെ നെർവ് അറിയാം. അവർക്ക് എവിടെയോ താന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൂട്ടി കൊടുക്കണം, അവരെ കൈയെടുക്കണം. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. സോ അത് ചെയ്ത് ശീലിച്ച് എനിക്കൊരു വലിയൊരു ഡിഫറൻസ് ആയിരുന്നു. ആദ്യം കുറച്ച് ഷോക്കായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് ഡിഫറെന്റ്. പിന്നെ ലാംഗ്വേജ് എനിക്ക് ഇച്ചിരി പ്രശ്നമായിരുന്നു. എനിക്ക് മലയാളം ഒത്തിരി ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് KK രാജീവ് സാറിന്റെ സെറ്റിൽ പോയപ്പോൾ എല്ലാം റെഡിയാക്കി. കാരണം കിടക്കാച്ചി വേർഡ്സ് ഒക്കെയാണ് എഴുതി വെച്ചിരുന്നത്. ഞാൻ അതുപോലൊക്കെ അങ്ങ് പറഞ്ഞു തീർത്തു. ഇറ്റ് വാസ് വെരി ഗുഡ്. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയ ഒരു സെറ്റ് തന്നെയാണ് അത്. അതും ലൈക്ക് യു സെഡ് ഇറ്റ്സ് വെരി ഡിഫറെന്റ് സീരീസ്. അതിനകത്തും അതുകൊണ്ട് തന്നെയാണ് അത് എടുത്തത് തന്നെ. കാരണം സാധാരണ സീരിയൽസിൽ നമ്മൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആക്ടിങ്ങോ ഒരു ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റോ അല്ല. അപ്പം ദാറ്റ് ഈസ് വൈ മെയിൻലി എനിക്ക് ബിക്കോസ് ഇറ്റ് വാസ് മോർ ഓർ ലെസ് ലൈക്ക് എ മൂവി ബട്ട് ഇൻ എ ലോങ്ങർ വേ. അത് കറക്റ്റ് ഒരു 100 എപ്പിസോഡ്സിൽ ഇത്രയും ദിവസം ഇങ്ങനെ രീതിയിൽ സ്ക്രിപ്റ്റ് എവറിത്തിങ് ഇസ് സെറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് ഗുഡ്. പിന്നെ ടെൻറ്റേറ്റീവ് സ്റ്റെപ്സ് ആയിട്ട് മൂവി നോക്കുന്നുണ്ടായിരുന്നു. സോ ബട്ട് ഐ വോണ്ട് ടു ഡു എ ഗുഡ് മൂവി. ബിക്കോസ് എന്തെങ്കിലും ചെയ്താൽ എനിക്ക് ഞാൻ ഭയങ്കര ചൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും കയറി പറ്റിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കുറച്ച് സാധനം ചെയ്ത് ഇപ്പോൾ ജോബിൻ്റെ സുവിശേഷങ്ങൾ നല്ലൊരു ക്യാരക്ടർ അതിൽ എനിക്ക് ബലിപ്പിക്കാൻ പറ്റും എന്നെനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ നാച്ചുറലി അഖിൽ ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട് ആൻഡ് ഇറ്റ് സത്യൻ സാറിൻ്റെ മൂവിയാണ്. അപ്പോൾ സോ
അങ്ങനെ അത് സെറ്റായി. അത് കഴിഞ്ഞ് ദെൻ ഐ തോട്ട് കുറെ വെയിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് ഐ നീഡ് എ ഗുഡ് ക്യാരക്ടർ. എന്തെങ്കിലും ചെയ്ത് നമ്പർ ഓഫ് മൂവീസിലല്ല, എന്ത് നമ്മൾ ചെയ്യുന്നു എന്നതിലാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് ഐ വാണ്ടഡ് എ ഗുഡ് ടീം, എ ഗുഡ് ബാനർ ആൻഡ് എ ഗുഡ് ക്യാരക്ടർ. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. ഐ ഗോട്ട് ദിസ്. ബട്ട് ആക്ടിങ് യു ഫീൽ അലൈവ്. കാരണം ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. കാരണം ഞാനൊരു ടൈപ്പ് 1 ഡയബറ്റിക് ആയിട്ട് കുറച്ച് അധികം ഡിഫിക്കൽട്ടി ഉണ്ട് ഇതിൻ്റെ ആ പേസ് ആയിട്ട്. ആക്ടിങ് മൂവീസ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്. അവർക്ക് അതിൻ്റെതായ ഷെഡ്യൂൾ ഡിഫറൻസസ്, ഫുഡ് ഡിഫറൻസസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു ഇങ്ങനെ പമ്പ് ചെയ്ത് നടക്കുന്ന ഒരു ലൈവ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിനകത്ത് ചടച്ചടയെ നിൽക്കണം. അപ്പോൾ അതിനകത്ത് എൻ്റെ ഈ ആരോഗ്യം വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ കൂടെ ഓടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പാഷൻ ഉള്ളതുകൊണ്ട് അതിനെ വലിച്ചെടുത്തോണ്ട് ഡ്രൈവ് നന്നായിട്ടുണ്ട്. അതെ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, എങ്ങനെയാണ് ഇത് എല്ലാവരും പറയണത് ക്ലീഷേ ഡയലോഗ് എന്നോട് പറയരുത്, ഇത് എൻ്റെ പ്രൊഫഷനാണ്, എനിക്ക് എൻ്റെ ബോഡി കീപ്പ് ചെയ്തേ പറ്റൂ എന്ന് പറയരുത്. എങ്ങനെയാണിത് സൗന്ദര്യം അതുപോലെ തന്നെ ബോഡി ഇതൊക്കെ കീപ്പ് ചെയ്യുന്നത്, ഹെൽത്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം? ഹെൽത്ത് ആസ് സച്ച് ഐ ബിലീവ് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് അവിടെ ഹെൽത്ത്. ഞാൻ എപ്പോഴും പറയും ടൈപ്പ് 1 ഡയബറ്റീസിന്റെ സൂപ്പർ പവർ ആണ്. കാരണം എനിക്ക് അത് കാരണം ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് ഫലപ്രദമായിട്ടുള്ളൂ. കാരണം വി ഹാവ് ടു ഡു 60 അല്ലെങ്കിൽ 45 മിനിറ്റ്സ് എക്സസൈസ് ഡെയിലി. അത് മസ്റ്റ് ആണ് ടൈപ്പ് 1 ഡയബറ്റിക്സിൽ. അപ്പോൾ അത് മസ്റ്റാണ്. അത് ഞാൻ ചെറുപ്പം മുതലേ ശീലിക്കുന്ന ഒരു കാര്യമാണ്. അതെനിക്ക് ചെയ്തേ പറ്റൂ. പിന്നെ ഫുഡ് എനിക്ക് ഭയങ്കര മധുരം ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. എനിക്ക് മധുരം തന്നാൽ ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ അത് കഴിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ടൈപ്പ് മനുഷ്യനാണ്. അപ്പോൾ പക്ഷേ എനിക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ എന്നെ സഹായിക്കും. അതുകൊണ്ട് പിന്നെ നാച്ചുറലി നമ്മൾ വെൻ യു ഹാപ്പി, മനസ്സുകൊണ്ട് വെൻ യു ഹാപ്പി ആൻഡ് കോൺഫിഡൻറ്റ് ഇറ്റ് ഷോസ്. കാരണം നമ്മൾ നല്ല സ്ലീപ്പ്, ഗുഡ് സ്ലീപ്പ്, ലോട്ട്സ് ഓഫ് വാട്ടർ, ഇതൊക്കെ സിമ്പിളായ ടെക്നീക്സ് ആണ് ഉള്ളത്. ഐ ബേസിക്കലി തിങ്ക് നമ്മുടെ അകത്ത് നമ്മൾ പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്, പോസിറ്റീവ് വൈബ്സ് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ് കീപ്സ് യു glowing. Okay, അത് ഡിഫറെന്റ് ആൻസർ ആയിരുന്നു. പിന്നെ ഇനിയുള്ള പ്രോജക്ട്സ് എന്തൊക്കെയാണ്? I've got certain projects in the wine. അത് ഇവർ ലോഞ്ച് ചെയ്തിട്ടില്ല, എനിക്ക് പറയാമോ എന്നറിയില്ല. ബട്ട് സിൻസ് ദേ ആർ ഫാർ അവേ ഐ ഗോട്ട് എ പ്രൊജക്ട് ഫ്രം മുംബൈ. ഈ 18 hours ഇത് കണ്ടിട്ടാണ്. സോ അങ്ങനെ ബോളിവുഡിൽ ഇങ്ങനെ ഒരു വിരൽ വെച്ചിരിക്കുകയാണ്. ഐ ഡോണ്ട് നോ വേർ ഇറ്റ്സ് ഗോയിങ് ടു ബി. തിരുവനന്തപുരത്ത് നിന്ന് ബോളിവുഡിലേക്ക്. Let's see how it comes. ഏതായാലും ഇത് എനിക്ക് തോന്നുന്നു ബൈ നെക്സ്റ്റ് മന്ത് അത് ലോഞ്ച് ചെയ്യും. അവര് ദേ വോണ്ട് ടു ലോഞ്ച് മീ ആസ് സച്ച്. ആൻഡ് അവർ ഞാൻ പറഞ്ഞു എൻ്റെ റിലീസ് ഇപ്പോഴാണ്. സോ ദേ സെഡ് ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ആ ന്യൂസും കൂടെ ഇതിന് കൂടെ വിടാമെന്ന് പറഞ്ഞു. സോ പ്രോബബ്ലി ഇൻ ദ നെക്സ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് അതിൻ്റെ ന്യൂസ് വരും. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഇനി ആക്ടിങ്ങിലെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ് പാഷൻ, അതിൽ ഏതാണ് വച്ചേക്കണ ഒരു സബ്മിറ്റ് ഏരിയ, അല്ലെങ്കിൽ ഏതാണ് വച്ചേക്കുന്ന ഒരു മൈൽ സ്റ്റോൺ ഏരിയ പറയണം? മൈൽ സ്റ്റോൺ, ദർ ആർ ലോട്ട് ഓഫ് മൈൽ സ്റ്റോൺസ്. കാരണം ഇപ്പം എല്ലാ ഇൻഡസ്ട്രിയിൽ വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ സർട്ടൻ പീപ്പിൾ വെർ ഇറ്റ് കംസ് സോ നാച്ചുറൽ. എന്നുവെച്ചാൽ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ആക്ടിങ്, ദേ ആർ ലിവിങ് എന്ന് തോന്നുന്നു നമുക്ക്. അത് ആ ക്യാരക്ടറാണ്. ഇപ്പം നമ്മുടെ സ്വന്തം ലാലേട്ടൻ തന്നെ ഫ്രം ടൈം ഓൾഡ് നമ്മൾ കാണുന്ന ഒരാളാണ്. അതുപോലെ ഈ മമ്മൂക്കി ഇവരൊക്കെ ഈ അവര് അഭിനയിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ലാലേട്ടൻ അഭിനയിക്കുന്നു എന്നല്ല, ആ ക്യാരക്ടർ അഭിനയിക്കുന്നു എന്ന ഫീൽ ചെയ്യുന്നത്. അതുപോലെ കുറേ പേരുണ്ട്. നവാസുദ്ദീൻ സിദ്ദിഖി, ഹോളിവുഡിൽ ദർ ഇസ് സാമുവൽ ജാക്സൺ, ഒരുപാട് സോ മെനി ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റ്. അവരുടെ അത് വളരെ നാച്ചുറൽ, എത്ര നാച്ചുറലായിട്ട് അഭിനയിക്കാൻ പറ്റും അത്രയും നല്ലത്. കാരണം നമുക്കിപ്പോൾ അവിടെ വരേണ്ടത് ഒരു ചിലപ്പം എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഈസ് ഫോർ ദ more established people. They might be very very good and very good at this. പക്ഷേ എനിക്ക് ഞാൻ അഭിനയിക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഇന്ദു തമ്പി കയറി വരരുത്. കാരണം നമ്മുടെ പേഴ്സണാലിറ്റി സ്ട്രോങ് ആവുമ്പോൾ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ നമ്മൾ അഭിനയിക്കുമ്പോൾ ഇന്ദു തമ്പി അവിടെ കയറി വരുന്നു, അവിടെ എൻ്റെ പരാജയമാണ്. അപ്പോൾ അത് മാറ്റി ജസ്റ്റ് ആ ക്യാരക്ടർ. കാരണം ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് ഒറ്റ ആളുടെ ഇതിൽ അയ്യോ അത് ഇന്ദു തമ്പിയാണെന്ന് ഫീൽ ചെയ്യരുത്, അത് ആ ക്യാരക്ടറാണ്. അതാണ് ആ ക്യാരക്ടർ വെച്ചാൽ അത് ഞാൻ പലപ്പോഴും ആൾക്കാർ പറയും അയ്യോ ജെസ്സി, ഞാൻ പറയും ജെസ്സി ഇസ് ജെസ്ലി, ഞാൻ അങ്ങനെ ഒരു സ്വഭാവമേ അല്ല. നിങ്ങൾക്ക് അത് ജെസ്സിയായിട്ട് ഇത്രയ്ക്ക് കണക്ട് ആവുന്നുണ്ടെങ്കിൽ that is actually a compliment for me. Thank you so much. Because അത് അങ്ങനത്തെ വളരെ സ്വീറ്റ് ആയ ക്യാരക്ടറാണ്, such a sweet character. അതുപോലെ ഇഫ് യു സി അനുപമ, ഐ ഹോപ്പ് ഷീ ഈസ് ഡിഫറെൻറ്റ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് പുള്ളിക്കാരത്തി കുറച്ചുകൂടെ ഒരു മോഡേൺ, കുറച്ചും കൂടെ സ്ട്രോങ്ങർ ക്യാരക്ടറാണ്. പക്ഷെ ആൾ ക്വയറ്റാണ്, റിസർവ്ഡ് ആണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ എല്ലാ മൂവ്സും ചെറുതായിട്ട് എനിക്ക് തോന്നി എവിടേക്കോ ഞാൻ
കാണും. അതായത് എന്റേതായ ഒരു അറിയാതെ കുമ്പളകും. അതെ എത്തി നോക്കിട്ട് പോവാ. അതെ, ഒന്ന് എത്തി നോക്കി ഇത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കണം എന്നെ വേണ്ടേ. അതെ, യു ക്യാൻ ലേൺ ഫ്രം എവറിബഡി. ബിക്കോസ് നമ്മൾ ഈ പാരലൽസ് നമ്മൾ തേടി പോകുമ്പോൾ നമ്മൾ ഇത്ര ആർട്ടിസ്റ്റിൽ അവരുടെ ആ കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഐ ഫീൽ ലൈക്ക് അവർ ചെയ്യുന്നത് അവർക്ക് ഫുൾ ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് വി ക്യാൻ ആൻഡ് വാട്ട് വി ക്യാൻ നോട്ട് ഡു നമ്മൾ അറിയണം. നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കരുത്, നമ്മൾ എപ്പോഴും നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് ക്ലിയർ ആയ ഒരു ബോധം വേണം ഒരു ആർട്ടിസ്റ്റിന്. ആൻഡ് ദേ ഹാവ് ടു ലേൺ ടു വർക്ക് ഓൺ ദാറ്റ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എനിക്ക് ആക്ച്വലി പറഞ്ഞത് രാജേഷ് സർ തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി വെരി ട്രൂ അങ്ങനത്തെ ഒരു കാര്യത്തിൽ. അപ്പം അതാണ് പറഞ്ഞത്, ഏതോ ഒരു ആർട്ടിസ്റ്റിന്റെ ഇപ്പൊ ഞാൻ ജസ്റ്റ് സോ സാമുവൽ ജാക്സന്റെ ഒരു ക്ലാസ് ഞാൻ കണ്ടു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഡയലോഗ് നിങ്ങൾക്ക് ഒരു 25 വേയിൽ പറയാൻ പറ്റുമോ? That makes you an artist. That makes you an artist. Yes. That's correct. He said it actually. Yes. വളരെ correct. ഇപ്പൊ നമുക്ക് ലാലേട്ടനെ വെച്ച് അത് കണക്ട് ചെയ്യാം, മമ്മൂക്കനെ വെച്ച് കണക്ട് ചെയ്യാം. അവരോട് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ ഒരു ഡയലോഗ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ അത്രമാത്രം comes very easy for them. Like okay, പിടിച്ചോ. ഓക്കെ, ഇനി 2 കാര്യങ്ങൾ കൂടി ചോദിച്ചു ഞാൻ എൻ്റെ സഹിപ്പിക്കൽ ഇവിടെ നിർത്താറ്. ഫസ്റ്റ് ആണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ 18 Hours എന്നൊരു മൂവി ശരിക്കും അതൊരു ഇൻസ്പിറേഷൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഗട്ട് ഫീലിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് അത് ആ ഇൻസ്പിറേഷൻ തന്നെയാണ്. എനിക്കത് കണക്ട് ചെയ്യാനും പറ്റണുണ്ട്. അപ്പം ഇപ്പം നമുക്ക് ഒത്തിരി കേസസ് കേരളത്തിൽ, ഇത് ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു കോമൺ ചോദ്യമാണ്. ഒത്തിരി കേസസ് കേരളത്തിൽ വരുന്നുണ്ടല്ലേ, സ്ത്രീധനം, അത് ഇത് മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ചിലടത്ത് റിയാക്ട് ചെയ്യണുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യണത് യൂട്യൂബിലൂടെ വീഡിയോസ് ഇറക്കിയിട്ടാണ്. ഒറിജിനൽ ലൈഫ് വരുമ്പോൾ ആരും ഒന്നും ചെയ്യണില്ല. അപ്പം വാട്ട് ഈസ് യുവർ അവർക്ക് പറയാനുള്ള ഒരു എന്താ പറയുക, നമ്മൾ നിർദ്ദേശങ്ങളെന്നോ അഡ്വൈസെന്നോ സജഷനോ എന്തായാലും എന്താണ് അവരോട് പറയാനുള്ളത്? ഗേൾസിനോട്, ബോയ്സിനോട്? ഡെഫിനറ്റ്ലി നോട്ട് ഫോർ ബോയ്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വി കാൺ സീ, എനിക്ക് തോന്നുന്നു എല്ലാ ഗേൾസും ഒരേപോലെ അല്ല, അതുപോലെ എല്ലാ ബോയ്സും ഒരേപോലെ അല്ല. നമുക്ക് എപ്പോഴും നമ്മൾ ഈ ബോയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ ആണുങ്ങളെല്ലാം എങ്ങനെ കാണുന്നു അങ്ങനെ കാണുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പം ഒരു ലിമിറ്റ് നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ ദർ ആർ സോ മെനി ബോയ്സ് ഹു സ്പീക്ക് അപ്പ് ഫോർ ഗേൾസ്. അത് നമ്മൾ മറന്നു പോകാൻ കുറേ പേരുണ്ട്. ഒരുപാട് സഹോദരിമാരും അമ്മമാരെയും ഒരുപാട് റെസ്പെക്ട് ചെയ്ത് ഒരുപാട് കെയർ എടുത്ത് എൻ്റെ സർക്കിൾ ഒരുപാട് പേര് എനിക്കറിയാം. അപ്പം ഇവർക്കും കൂടെ നടക്കുന്ന ഒരു നിന്നയാണ് ഈ ഗേൾസിന് അഗേൻസ്റ്റുള്ള ഒരു അറ്റാക്ക്. പിന്നെ അതുപോലെ സഫർ ചെയ്യുന്നത് ആക്ച്വലി ഈസ് ബാഡ്. ഫിസിക്കലി വീക്കറായ ആണ് എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്, വീക്കർ സെക്സ്. പക്ഷേ അങ്ങനെ ആവണമെന്നും ഇല്ല. ദർ ആർ വെരി സ്ട്രോങ് ഗേൾസ്, എനിക്ക് അതും അറിയാം. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഒരു ആറ്റിറ്റ്യൂഡിൻ്റെയാണ്. എപ്പോഴും നമ്മൾ പെൺകുട്ടി വളർന്നു വരുമ്പോൾ പതുക്കെ സംസാരിക്കണം, അടങ്ങി ഒതുങ്ങിയിരിക്കണം, കളിക്കരുത്, അടങ്ങിയിരിക്കുക എന്നൊക്കെ നമ്മൾ ആ കുട്ടിയെ ഒരു ചെറുപ്പം ഒരു 7-8 years old ആകുമ്പോൾ മെച്യൂർ ആക്കുകയാണ് ആ കുട്ടിയെ, എന്നുവെച്ചാൽ ക്വയറ്റർ ആക്കുകയാണ്. പക്ഷേ ഐ ഫീൽ ലൈക്ക് ഇവരെ ഒരേപോലെ ചെറുപ്പം മുതലേ ആ വാല്യൂസ് കൊടുത്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ്. അമ്മമാരെ എങ്ങനെയാണ് വീട്ടിൽ ട്രീറ്റ് ചെയ്യുന്നത് അത് കണ്ടാണ് മിക്കവാറും മോസ്റ്റ് ബോയ്സ് കൺസിഡർ എങ്ങനെ വേണം ഒരാളെ ട്രീറ്റ് ചെയ്യാനും ഒരാളെ കൈ റെസ്പെക്ട് ചെയ്യാനുള്ളത്. ഇതൊക്കെ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്നാണ്. പിന്നെ ഇപ്പോൾ വി ഹാവ് എ ലോട്ട് ഓഫ് കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് മീഡിയ ഭയങ്കര ഓപ്പൺ ആണ്. ഇപ്പോഴത്തെ പിള്ളേർ ജനിച്ച് വീഴുന്നതേ ഓരോ ലാപ്ടോപ്പൊക്കെ പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് ഈ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അച്ഛനമ്മമാർക്ക് ഈ ഓഫീസും കാര്യങ്ങളുടെ ഈ ഒരു ഇത് വരുന്നുണ്ട്. ദേ ഡോണ്ട് ഹാവ് ടൈം ടു മോണിറ്റർ ഈ കുട്ടി എന്താ കാണുന്നത്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ. എപ്പോഴും നമ്മളിപ്പോൾ സിനിമയാണെങ്കിൽ പോലും UA കൊടുക്കുകയാണെങ്കിൽ പോലും പാരന്റൽ അഡ്വൈസ് ഉള്ളത് വേണം കാണാൻ. ഒരു കുട്ടി ഒരിക്കലും ഒറ്റയ്ക്ക് അതിന് റീസൺ ഉണ്ട്. അതിൻ്റെ വയലൻസ് കണ്ട് കുട്ടി ഷോക്കായി പോകുമെന്ന് മാത്രമല്ല, പല കാര്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പേരൻറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ജീവിതം എന്ന് പറയുന്നത് വെറുതെ നമ്മൾ ജീവിച്ച് നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഈവൻ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ആർ ചേഞ്ചിങ്. ഇപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്നതും ഇറ്റ്സ് വെരി ഫാസ്റ്റ് ആൻഡ് വെരി കോമൺ എ തിങ് ഇൻ ദ സൊസൈറ്റി. അതൊക്കെ ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് എനിക്ക് എന്ത് വേണം, ഞാൻ ജീവിക്കും എൻ്റെ ഇഷ്ടത്തിന്, വേറെ ഐ ഡോണ്ട് കെയർ. ആ ഒരു ആറ്റിറ്റ്യൂഡ് മസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നുള്ളൂ. പക്ഷെ ഐ തിങ്ക് ഗേൾസ് അവർ സ്വയം മനസ്സിലാക്കാൻ, ഞാൻ ഇത്രയും വീക്കാണ്, അയ്യോ എന്നെ കൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ സ്പീക്ക് ഔട്ട് ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഞാൻ ഒരാൾ ചെയ്തിട്ട് എന്ത് മല മലക്കാനാ എന്ന് ചിന്തിക്കരുത്. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ചേഞ്ച് ഇറ്റ് വിൽ കൗണ്ട്. നമ്മൾ പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ചെയ്യുന്ന ചേഞ്ച് പിന്നീട് നമുക്കും നമ്മൾ കഴിഞ്ഞു വരുന്ന ജനറേഷനും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് ദ കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് അല്ലേ. അതുപോലെ നമ്മുടെ മെന്റൽ ആറ്റിറ്റ്യൂഡും കൺസർവ് ചെയ്യുക. ദാറ്റ് വാസ് ഭയങ്കര പവർഫുൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അനുപമ എന്ന ക്യാരക്ടറും ഇന്ദു തുമ്പി എന്ന ക്യാരക്ടറും കൂടി മിക്സ് ചെയ്ത് കയറി വന്നു എന്ന് തോന്നുന്നു. ഓക്കെ, സോ അപ്പോൾ നമ്മൾ കട്ടൻ ചാപ്പി റാപ്പിഡ് ഫയറിലോട്ട് പോവാണ്. ഫസ്റ്റ് ഞാൻ ചോദിക്കാൻ വേണ്ട ഫേവറേറ്റ്സ് ആണ്. ഓക്കെ, സോ ഫേവറേറ്റ് ഫുഡ്? ദോശ. വാവ്. ഫേവറേറ്റ് സോങ്? Love you zindagi
അത് ഭയങ്കര അതൊന്ന് പാടിക്കൂടെ? ഞാൻ ബാത്റൂം സിംഗർ ആണ്. ഓക്കെ, ഫേവറേറ്റ് ബുക്ക്? ശാന്താറ. ശാന്താറാം. അത് ഭയങ്കര ഒരു വല്ലാത്തൊരു സാധനമല്ലേ? ഓക്കെ. ദെൻ ഫേവറേറ്റ് ഹോളിഡേ ഡെസ്റ്റിനേഷൻ? ഞാൻ ഇവിടെ ഫുള്ളും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എനിക്ക് കുറേ സ്ഥലം ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് I'd say India because there are a lot of beautiful places. Okay. Color? Favorite color? Black. Favorite coat? Coat എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള കോട്ട്? കോട്ട് ഞാൻ മിസ് കേരള സമയത്ത് പറഞ്ഞൊരു കോട്ടാണ്. എക്സാക്റ്റ് ആയിട്ട് എനിക്ക് വേർഡ്സ് എക്സാക്റ്റ് അല്ലെങ്കിലും ഐ ഹോപ്പ് ദ മീനിങ് കംസ് ത്രൂ. പീപ്പിൾ സേ reach for the star and at least you land on the moon. Yeah. I say reach for the stars, land there and grab the moon also on your way to the star. Wow. ബദായം താലിയാൻ. സീരിയസ്ലി അതൊരു നല്ല ചേഞ്ച്. വൈ നോട്ട്? യാ, ദാറ്റ്സ് ട്രൂ. കാരണം എന്തിനാ വെറുതെ കളയണം, അതുകൂടെ എടുത്തുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറിൽ തന്നെ ലാൻഡ് ചെയ്യാം. സ്റ്റാർ ആണ് എയിം എങ്കിൽ സ്റ്റാറിൽ ലാൻഡ് ചെയ്യാം. മൂന്നും കൂടെ കൊണ്ടുപോയിക്കോ പോണ വഴിയിൽ. കാരണം കുറച്ച് കൂളിംഗ് എഫക്റ്റും ഉണ്ട്. സ്റ്റാർ ആകുമ്പോൾ കുറച്ച് ചൂടായിരിക്കും, അതാണ്. ഫേവറേറ്റ് പെറ്റ് ആനിമൽ? കാരണം ഞാൻ ഡോഗ്. പ്രത്യേകിച്ചും ബ്രീഡ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആക്ച്വലി എല്ലാ മൃഗങ്ങളും ഇഷ്ടമാണ്. എനിക്ക് മിക്കവാറും മനുഷ്യരെക്കാട്ടും എനിക്ക് ഞാൻ മൃഗങ്ങളോട് സംസാരം കാണാമെന്നാണ് എൻ്റെ റിലേറ്റീവ്സ് പറയുന്നത്. മനുഷ്യർ വരുമ്പോൾ ഞാൻ പുതിയ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കും. പക്ഷേ ഇപ്പോൾ കൈൻഡ് ഇൻഫർമേഷൻ പ്രേക്ഷകരോടാണ്. ഒരു വളരെ ഫേമസ് ആയിട്ടൊരു പെറ്റ് ലവറാണ്. അത് ഇച്ചിരി പ്രിറ്റി ഫേമസ് ആണ്. അറിയാവുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം. പെറ്റ്സിന് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഫേവറേറ്റ് ആനിമൽ എന്തായാലും ഡോഗാണ്. നെക്സ്റ്റ് ഈസ് ഓക്കെ, യു ആർ ഫ്രം ദിസ് മോഡലിംഗ് ഇൻഡസ്ട്രി, റൈറ്റ്? ഇപ്പം ഇന്റർനാഷണൽ മോഡൽസിൽ ഏറ്റവും ഇഷ്ടമുള്ള മോഡൽ ഏതാണ്? I can't say that because there are a lot of models. Yeah. Pinne I think I think her name is Gigi. She's a great model. I like her. Okay. Then about the national models? About the national? നമ്മുടെ ഇന്ത്യയിലുള്ള മോഡൽസിൽ ഏറ്റവും ഇഷ്ടമാണ്? ഇന്ത്യയിലുള്ള മോഡൽസ് ലീസ ഹെയ്ഡൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര ഡിഫറെന്റ് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ഷീ ലുക്സ് ഗുഡ്. ഈ മോഡലിംഗ് എന്ന് ഈ ഫിലിമിലേക്ക് വന്ന കുറെ മോഡൽസ് അല്ലേ പണ്ട് ഇന്ത്യയില്? അവരിലാരെങ്കിലും ലിസ is also there in the film, but I like her as a model because modeling എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. Because you need to have that presence and you need to know how to pose. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പോസ് ചെയ്യുന്നത്. Okay, മനസ്സിലായി. So next is the blessed moment of your life. The blessed moment is when I realized how lucky I am to have parents like I do, because as a type 1 diabetic ഞാൻ മിസ് കേരള കിട്ടിയ കഴിഞ്ഞിട്ട് കുറേ ടൈപ്പ് 1 ഡയബറ്റിക്സിന് വേറെ ഞാൻ പുറത്തിങ്ങനെ ഓപ്പണായിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ഹോസ്പിറ്റൽസിലൊക്കെ അവരെന്നെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ കാണുന്ന കുറേ കുട്ടികൾ ടൈപ്പ് 1 ഡയബറ്റിക്കായി അവരൊക്കെ അച്ഛനമ്മമാർ വളരെ തളർന്നിരിക്കുന്ന അച്ഛനമ്മമാർ, അവരെ ഫിസിക്കലി മെന്റലി തളർന്നിരിക്കുകയാണ്. ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് അവർക്ക് ഒന്നും മനസ്സിലാവില്ലെങ്കിൽ അവർക്ക് ആ വൈബ് കിട്ടും. എൻ്റെ അച്ഛനമ്മ ഞാൻ എങ്ങനെയോ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അവർ സങ്കടമുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ എൻ്റെ അച്ഛനമ്മ എനിക്ക് ഇങ്ങനെ ഫീലിംഗ് തന്നിട്ടേ ഇല്ല. യൂത്ത് ഫെസ്റ്റിൽ വിട്ടിട്ടുണ്ട്, സ്പോർട്സിന് വിട്ടിട്ടുണ്ട്. അവർ ഈ ഇൻസുലിൻ കുറഞ്ഞു പോവോ ഇതുള്ള എനിക്ക് ടെൻഷനേ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ ടൈപ്പ് 1 ഡയബറ്റീസിനെ കുറിച്ച് ശരിക്കും ബോധം വരുന്നത് ഒരുവിധം ബോധം വരുന്ന ഒരു സമയത്ത് മാത്രമാണ്, അല്ലാതെ അതുപോലെ തന്നെ കൊണ്ടെടുക്കുക. Okay, your motto in life? Motto in life is change is the only thing that's constant. Change is the only thing that's കാരണം നമ്മൾ എപ്പോഴും നമ്മളൊരു സങ്കടം വരുമ്പോൾ നമ്മൾ അയ്യോ ഞങ്ങൾ തളർന്ന് ഉരുണ്ട് വീഴേണ്ട ആവശ്യമില്ല. കാരണം ഇത് കഴിഞ്ഞാൽ നല്ലൊരു സമയമുണ്ട്. ഒരിക്കലും നല്ല സമയത്തിൽ ഒരുപാട് സന്തോഷിക്കുകയും ചീത്ത സമയത്ത് ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്യരുത്. ഓക്കെ, ദാറ്റ്സ് ഹൗ ഒരു അണ്ടർലൈൻ പ്രിൻസിപ്പിൾ ആക്കി വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ലൈഫ് എങ്ങോട്ട് പോകുന്നറിയോ? ഓക്കെ, എന്താ പെട്ടെന്ന് താങ്കളെ ഓൺ ആക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു പെട്ടെന്ന് ഓൺ ആക്കാൻ പറ്റുന്ന കാര്യം നേച്ചർ. വാവ്, കാണുന്നുണ്ട്, ചുറ്റും കാണുന്നുണ്ട് ഇതിന്റെ സിറ്റിയുടെ ഇടയിൽ. ഓക്കെ, പെട്ടെന്ന് ഓഫ് ആവുന്ന കാര്യം എന്ത് കാണുമ്പോൾ പെട്ടെന്ന് ഓഫ് ആവുന്നത്? എനിക്ക് ചില ആൾക്കാർ ഈ അവര് ബാക്കിയുള്ളവരെ ട്രൈ ടു പുൾ ഡൗൺ ബിക്കോസ് ദേ ആർ ഇൻസെക്യൂർ ദംസെൽസ്. അപ്പൊ അവർക്കൊരു ഇൻസെക്യൂരിറ്റി വരുമ്പോൾ അവർ ബാക്കിയുള്ളവരെ ഒന്ന് കുത്തി പറയാ, ഒന്ന് ഒരു എന്താണ് കോംപ്ലിമെന്റ് കൊടുക്കുന്ന രീതിയിൽ കറക്കി പറയാ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു എന്തിനാ അവർ ചെയ്യണേ, അവർക്ക് എന്തൊരു സുഖം, അത് ഒരു സാഡസും ആണ്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഫീൽ ബാഡ്. ഒരു നമുക്ക് വളരെ വൃത്തികെട്ട ഒരു മണം കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് വൈബ് വരും. അപ്പൊ ഭയങ്കര നെഗറ്റീവ് വൈബ് പിന്നെ ഞാൻ ഓഫാണ്. ഇനി നമ്മുടെ ഫേമസ് 3 കാര്യങ്ങളിലേക്ക് വരികയാണ്. 3 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ 3 തിങ്സ് ആണ് പറയേണ്ടത് ബേസിക്കലി. ഫസ്റ്റ് വൺ, 3 കാര്യങ്ങൾ ആണുങ്ങൾ ഇഷ്ടമുള്ളത്.
ആണുങ്ങൾ ഇഷ്ടമുള്ള സെൻസ് ഓഫ് ഹ്യൂമർ, പിന്നെ ലാക്ക് ഓഫ് എനി ഇൻസെക്യൂരിറ്റി. കാരണം അവർക്ക് സ്ത്രീനെ ഇപ്പൊ ഒരു കോംപ്ലിമെന്റ് കൊടുത്ത് അവർ ഗേൾ ഫ്രണ്ട് കോംപ്ലിമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇൻസെക്യൂർ ആവത്തില്ല, അവർ കിട്ടട്ടെ. അങ്ങനെ there are people like that. It's amazing to see ആണുങ്ങൾ അങ്ങനെ വെച്ചാൽ അത്രയ്ക്ക് സെക്യൂർ ആണ് അവരകത്ത്. They don't care, they are that secure. അത് ഭയങ്കര റെയർ ആണ്. കാരണം പൊതുവെ ഈ ഒരേ ജോലിയിലോ അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൾക്ക് കൂടുതൽ ശമ്പളം ഉണ്ടെന്ന് പറയുമ്പോൾ യൂഷ്വലി പീപ്പിൾ ബാക്കിയുള്ള എല്ലാവരും പറയും അവൾക്ക് നിന്റെ ഭാര്യയ്ക്ക് കൂടുതൽ ശമ്പളം ഉണ്ടല്ലോ നിന്നെ കാട്ടുന്ന കുത്തി പറയാനേ ആൾക്കാരുള്ളൂ. പക്ഷെ അത് തന്നെ ആയിക്കോട്ടെ, ഗുഡ് ഫോർ ഹർ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ദാറ്റ്സ് എൻ അമേസിംഗ് ക്വാളിറ്റി. പിന്നെ കാംനെസ്, ആക്ച്വലി ലവ് ദാറ്റ്. കാരണം യൂഷ്വലി ആണുങ്ങൾ ഭയങ്കര ദേഷ്യമുള്ള ആണുങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളുണ്ട്. പക്ഷെ ആ കാമായിട്ട് ഇരിക്കണമെങ്കിലേ ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് മെന്റൽ സ്ട്രെങ്ത് വേണം. ജസ്റ്റ് ഒന്ന് ലുക്ക് പോലും എന്നുവെച്ചാൽ അത്ര അപ്പൊ ആ ദേഷ്യത്തിന് അതിന്റെ വാല്യൂ ഭയങ്കരമായിരിക്കും. അങ്ങനത്തെ ആണുങ്ങൾ ഭയങ്കര ഐ ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് സംതിങ് ഐ ലൈക്ക്. വളരെയധികം സൈക്കോളജിക്കലി അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. 3 ക്യാരക്ടേഴ്സ് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അപ്പോ 3 ക്യാരക്ടർ ആണുങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത 3 ക്യാരക്ടറാണ് ആണുങ്ങളില്. 3 കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തത് ചിലപ്പോ കോൺഡിസെൻഡിങ് ആയിട്ട് അഭിനയിക്കുക സ്ത്രീകളോട്, അതെനിക്ക് ഇഷ്ടമല്ല. പിന്നെ നമുക്ക് വേണ്ടി ചിന്തിക്കരുത്, അവരൊക്കെ അങ്ങനെയാണ്, അവര് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ ഇങ്ങനെ ക്ലാസ് ആയിട്ട് അങ്ങോട്ട് കൂടി കാണിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതിപ്പോ ആണായാലും പെണ്ണായാലും എനിക്ക് ഇഷ്ടമല്ല. പെണ്ണുങ്ങൾക്കും ഉണ്ടാകും സ്വഭാവം ഒരുപാട്. ആരെങ്ങനെ എല്ലാവരും ഓരോരുത്തരും അവരവരുടെ ഒരു വ്യത്യാസ ഒരു സ്വഭാവമുള്ളതാണ്. ആണായോണ്ടോ പെണ്ണായോണ്ടോ ഒരു കോമൺ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും അവരുടേതായ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവും. Second one. Third one. Third one is എന്താ പറയാ, ഈ ലാക്ക് ഓഫ് വാല്യൂസ്. അതും ആണും പെണ്ണും. ആണുങ്ങളെന്ന് വേണ്ട, രണ്ടുപേർക്കും ഉണ്ട്. കുറെ പെണ്ണുങ്ങളും ഉണ്ട് ഇപ്പോൾ. ദാറ്റ്സ് വാട്ട് ഐ എം നോട്ട് ബീയിങ് സെക്സിസ്റ്റ് ബൈ സെയിങ് ദാറ്റ് ആണുങ്ങൾക്കാണ് കൂടുതൽ. എന്ന് വെച്ചാൽ ആണുങ്ങൾ നേരത്തെ അവർക്ക് ഓപ്പൺ കാണിക്കുമെന്ന് പെണ്ണുങ്ങൾക്ക് കാണിക്കാൻ പേടിയായിരുന്നു. ഇപ്പൊ കൂടുതലും പെണ്ണുങ്ങൾ ഓപ്പൺ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആണായാലും പെണ്ണായാലും there are people who have lack of values. Okay. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു പെണ്ണെ കാണുമ്പോൾ നമുക്ക് അഡ്മയർ ചെയ്യാൻ തോന്നുന്ന 3 ക്യാരക്ടേഴ്സ്. പെണ്ണിനെ കാണുമ്പോൾ അഡ്മയർ ചെയ്യുന്നത് കോൺഫിഡൻസ്, ഡെഫിനറ്റ്ലി. കാരണം ഇപ്പോഴത്തെ ലോകത്തിൽ കോൺഫിഡൻ്റ് ആയ ഒരു പെണ്ണ് കാണുകയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്, പ്രിറ്റി റെയർ. പിന്നെ എനിക്ക് അഡ്മയർ ചെയ്യാൻ പിന്നെ എബിലിറ്റി ടു സേ സംതിങ്. കാരണം എന്നുവെച്ചാൽ ഓപ്പൺ ആയിട്ട് ഇപ്പൊ അവർക്ക് നോ പറയാൻ പറ്റുന്നത് വളരെ എനിക്ക് തോന്നുന്നു ആസ് എ വുമൺ. നോ ചിലപ്പോൾ നമുക്ക് ഇതില്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് പാതാളത്ത് വരെത്തുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. അപ്പൊ ടു സേ നോ ഇൻ എ ഗുഡ് വേ എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് നോ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നതിനെക്കാട്ടും അത് കറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന പെണ്ണുങ്ങളുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറ്റുന്ന ഒരു പെണ്ണുങ്ങളുണ്ട്. പക്ഷെ സ്റ്റിൽ ദേ കീപ് ദാറ്റ് ഒരു കോൺഫിഡന്റ് ആയിട്ട് സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. ദാറ്റ് ഈസ് റിയലി അഡ്മയറബിൾ. പിന്നെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന പെണ്ണുങ്ങൾ വെച്ചാൽ ബാക്കി പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അത് ഞാൻ കണ്ടിട്ടുണ്ട്. വെരി റെയർ തിങ്. ബിക്കോസ് യൂഷ്വലി ഇപ്പൊ പെണ്ണുങ്ങൾക്ക് അവളുടെ ഡ്രസ്സിങ് കണ്ടില്ലേ, അവളുടെ ഇത് കണ്ടില്ലേ, അവളുടെ ബോയ് ഫ്രണ്ടും കണ്ടില്ലേ എന്ന് പറഞ്ഞ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് അല്ലാതെ ഒരു കുട്ടി അതിൽ വേറെ എന്നെ പോലെ ഒരു പെൺകുട്ടിയാണല്ലോ അത് എന്ന് ചിന്തിച്ച് വേറെ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ദാറ്റ്സ് എ വെരി അഡ്മിറബിൾ തിങ്. ഓക്കെ, ഇനി ഞാൻ 3 ക്യാരക്ടർ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതല്ല ഞാൻ ചോദിക്കണേ, അത് ക്വസ്റ്റ്യന് ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, ഒരു പെണ്ണിൽ എന്ത് പാട് നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾ നന്നാവാത്ത ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പാടില്ല മനസ്സിലാക്ക് എന്ന് തോന്നുന്ന 3 കാര്യങ്ങൾ എന്താണ്? Perhaps too much looking into beauty, external beauty. Correct. It's too much. എപ്പോഴും ഒരു ഇറ്റ്സ് നോട്ട് എക്സ്റ്റേണൽ ബ്യൂട്ടി ദാറ്റ് മാറ്റേഴ്സ്, ആക്ച്വലി ഇറ്റ്സ് ഇന്റേണൽ ബ്യൂട്ടി. ബിക്കോസ് എക്സ്റ്റേണൽ ബ്യൂട്ടി നമുക്ക് എപ്പോൾ ഒരു ആക്സിഡന്റ് വന്നാൽ ഈ മരത്തിന്റെ ചില്ലാകുമ്പോൾ തലകൂടെ വീണാൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ, ശാശ്വതമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുക. എല്ലാ ആണായാലും പെണ്ണായാലും ഇതിന്റെ പിറകെ ഇങ്ങനെ പോയി അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഹാപ്പി, ഞാൻ ബേസിക്കലി ബില്ലിയൻ ആളെ ഹാപ്പി ആയിട്ടിരിക്കാതെ. പിന്നെ ഈ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഈ ഫെയർനെസ്സും ഉണ്ട്. ഇവിടെ ഒരു ആൾക്കാർക്ക് ഒരു ഹരമാണ് വെളുത്തിരുന്നെങ്കിൽ അയ്യോ കറുത്തിരുന്നായി. ഈ മാരേജ് ഇതിനകത്ത് കാണാൻ ആൾക്കാർ വെളുത്ത് സാഡ്. ആക്ച്വലി ഭയങ്കര കഷ്ടമാണ്. വെച്ചാൽ കറുപ്പിന് നല്ല ഭംഗിയുള്ള ആൾക്കാർ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫീച്ചേഴ്സ്, ഇറ്റ്സ് ഓൾ അബൌട്ട് പേഴ്സണാലിറ്റി. കാരണം എത്ര നല്ല ഭംഗിയുള്ള ആൾ കണ്ടാലും ഇഫ് ദ പേഴ്സന്റെ സ്വഭാവം ഒരു പിണ്ടാക്കിനും കൊള്ളില്ലെങ്കിൽ പിന്നെ വാട്ട് ഇസ് ദ യൂസ്? എന്ത് ചെയ്യാൻ ഒരു പിണ്ടാക്കിനും കൊള്ളില്ലേ, എന്ത് ചെയ്യാം, ദർ ഇസ് നോ യൂസ്. അപ്പൊ അതിലൊന്നും കാര്യമില്ല. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഒരുപാട് ദാറ്റ്സ് സെയിം തിങ്, സെയിം ലൈനിലുള്ളതാണ്. ഈ ഒരുപാട് ഈ മോഡൽസിനെ പോകണമെങ്കിൽ അവർ ദേ ട്രൈ ടു ബിക്കം തിന്നല്ലാത്തവരെ ബാഡ് മൗത്ത്. അപ്പം പെണ്ണുങ്ങളുടെ ഇടയിൽ ഞാൻ ഇതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ടു മച്ച് ഓഫ് ഈ ചിലപ്പം ഒരു
ദാറ്റ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ബാക്കി ലാക്ക് ഓഫ് കോൺഫിഡൻസ് അങ്ങനെയൊക്കെ തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കുറെയൊക്കെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും, പക്ഷെ അതൊന്നും അത് പറ്റില്ല. സ്വയം മനസ്സിലാക്കി ഒരു പ്രോഗ്രസ് ഇത് വരികയാണ്, ഒരു കേർവ് ആണ്, അത് തനിയെ സ്വയം മനസ്സിലാക്കി മാറണം. ഗുഡ് ഫോർ എവരിബഡി ഇഫ് ദേ ചേഞ്ച്. കറക്റ്റ്. ഓക്കെ, സോ അപ്പോൾ കഴിഞ്ഞു. എപ്പോഴും കൂടെ കരുതുന്ന കുറച്ച് കാര്യങ്ങൾ, 3 കാര്യങ്ങൾ. അതെനിക്ക് ഒരുപാടുണ്ട്. ആക്ച്വലി 3 കൂടുതലുണ്ട്. ബിക്കോസ് ഞാൻ ടൈപ്പ് ഡയബറ്റിക് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പക്ക എപ്പോഴും എന്റെ ബാഗിൽ കാണും. 1 എന്റെ ടെസ്റ്റിംഗ് കിറ്റ് ആയിരിക്കും. 2 എനിക്ക് പെട്ടെന്ന് ഷുഗർ താഴെ പോവാണെങ്കിൽ അതിനനുസരിച്ച് കഴിക്കാനുള്ള എന്തെങ്കിലും ചെറിയ ഡ്രൈ ഫ്രൂട്ട്സോ ഡേറ്റ്സോ അങ്ങനെ മിഠായി അങ്ങനത്തെ സാധനം ഞാൻ കഴിക്കാറില്ല. പൊതുവെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കും. അങ്ങനത്തെ സാധനം എന്തെങ്കിലും കാണും. പിന്നെ 3ാമത് എൻ്റെ ഇപ്പോഴും എന്താ പറയാ, വെരി ടൈപ്പ് ഡയബറ്റിക് അല്ലാത്തൊരു കാര്യം പറയാം. കാരണം ടൈപ്പ് ഡയബറ്റിക്കിന്റെ കുറെ സാധനം ഉണ്ട്. ഞാൻ എപ്പോഴും കൊണ്ടുപോകും, ഇത്രയും വലിയ ബാഗ് കൊണ്ടുപോകും. അതുകൊണ്ട് യൂഷ്വലി ഒരു ബുക്ക് എന്തെങ്കിലും കാണും. കാരണം എനിക്ക് ബോറടിക്കുകയാണെങ്കിൽ മ്യൂസിക് കേൾക്കാൻ വേണ്ടി ഹെഡ്ഫോൺസ് അങ്ങനെ എന്തെങ്കിലും എൻ്റെ കയ്യിൽ കാണും. കാരണം എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു വൈബ് കിട്ടിക്കഴിഞ്ഞാൽ ഓഫ് ആവും. പിന്നെ എനിക്ക് ഓൺ ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ഞാൻ സ്വയം എൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലൊക്കെ നടന്നുപോയി പാട്ടൊക്കെ കേട്ട് കുറച്ചേരം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇതൊക്കെ ഞാൻ ഓക്കെ ആയിട്ട് വരും. അതുകൊണ്ട് എപ്പോഴും ഒരു സംഭവം ഉള്ളത് നല്ലതാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്തണ്ടല്ലോ. ഓക്കെ, ഇനി വാട്ട് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് വെപ്പൺസ് ഓഫ് വുമൺ? പെണ്ണുങ്ങളുടെ ആയുധം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ കോൺഫിഡൻസ് തന്നെയാണ്. ബിക്കോസ് ആക്ച്വലി ഇമോഷണലി ദേ ആർ വെരി സ്ട്രോങ്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ദിസ് കോൺഫിഡൻസ്. അതാണോ? കോൺഫിഡൻസ്. കാരണം അത് അവർക്ക് സ്വയം അറിയത്തില്ലെന്ന് തോന്നുന്നു. ദേ തിങ്ക് ചില ഇമോഷണലി ഇപ്പൊ നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ we can control it. And even if you are sad, we can control it. Because ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ ഉള്ളൊരു ലെവൽ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും വി നെവർ നോ. കാരണം നമ്മളൊരു പ്രായമൊക്കെ ആവണ വരെ അവർക്കും പനി വരാറുണ്ട്, അവർക്കും വയ്യായ്ക വരാറുണ്ട്, അവർ തളരാറില്ല. ദാറ്റ് ഈസ് അമേസിങ്. പക്ഷേ അവർക്കും റെസ്റ്റ് ആവശ്യമുണ്ട്, അത് മനസ്സിലാക്കണം. ദാറ്റ് ഇസ് ദ അതർ പീപ്പിൾസ് തിങ്. പക്ഷേ സ്റ്റിൽ ടു റിയലൈസ് ദാറ്റ് ദേ ക്യാൻ അച്ചീവ് സോ മച്ച്. ഇറ്റ്സ് നോട്ട് അബൌട്ട് നിങ്ങൾ ഫിസിക്കലി വീക്കർ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബിക്കോസ് ഫിസിക്കലി സ്ട്രോങ്ങർ ആയ വിമൻ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് ഇൻ യുവർ മൈൻഡ്. മെന്റൽ സ്ട്രെങ്ത് ഇസ് വെരി ഹൈ. അതുകൊണ്ട് റിയലി ഇമ്പോർട്ടൻറ്റ്. യൂസ് ഇറ്റ്. ഇനിയില്ല, അവസാനം നമ്മൾ അങ്ങ് കൊട്ടിക്കലാശം പോവാണ്. അതായത് ഞാനിപ്പോൾ കുറച്ച് ആൾക്കാരുടെ പേര് പറയും, അവരെ കുറിച്ച് മനസ്സിലേക്ക് ഓടി വരുന്ന ഫസ്റ്റ് ചിന്ത. അതിനിപ്പോൾ എത്ര ചെയ്താലും പറ്റും ഷെയർ ചെയ്യും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ലാലേട്ടൻ. മാസ്. ഓക്കെ, മമ്മൂക്ക. ക്ലാസ്. Okay, 18 hours. Adrenaline. Okay. Then Aishwarya Rajesh. Kakamutta. Oh, okay. Dulquer. Sweet. KK Raju sir. Strong. Okay. Prithvi. Intelligent. Okay. Rajesh sir. Family. ഓക്കെ, സോ ദാറ്റ് വാസ് ഇറ്റ്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. എന്താ ഇപ്പോൾ പറയുക, ഇതിപ്പോൾ എനിക്ക് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഒരു പെണ്ണ് ഒരു സിറ്റുവേഷനിൽ പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വളരെയധികം ഇൻട്രസ്റ്റോടു കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിന് എല്ലാ തരത്തിലുള്ള ഓൾ ദി ബെസ്റ്റ്. ഫിലിമിന് എല്ലാ തരത്തിലുള്ള ഓൾ ദി ബെസ്റ്റ് തരുന്നു. കട്ടൻ ചാപ്പിയുടെ വക, കട്ടൻ ചാപ്പി ടീമിൻ്റെ വക, ഞങ്ങളുടെ എല്ലാവരുടെയും വക ഓൾ ദി ബെസ്റ്റ് തരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഈ പറഞ്ഞതുപോലെ ആ ഇമോഷൻസ് കറക്റ്റ് കൺട്രോൾ ചെയ്തിട്ട് ഇപ്പം മാക്സിമം ആവശ്യത്തിൽ കൂടുതൽ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാലും ഈ ആഗ്രഹിച്ച പോലെ ആ ലെവലിലുള്ള ഒരു ആക്ടിങ് അല്ല, ഇപ്പോൾ ഒരു ക്യാരക്ടറിനെ തന്നെ നമുക്കൊരു 50-100 ഒക്കെ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ആ ലെവലിലേക്ക് വളർന്ന് ഒരു അക്കംപ്ലിഷ്ഡ് ആക്ടേഴ്സ് ആയിട്ട് അത് നമ്മൾ സ്റ്റേറ്റ് മാത്രമല്ല, ഇപ്പോൾ മിസ്, ഞാനത് ചോദിക്കാൻ വിട്ട ഒരു ക്വസ്റ്റ്യൻ എന്നാലും പോട്ടെ, മിസ് വേൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പോട്ടെ, അതൊക്കെ വേറെ കോണ്ടെക്സ്റ്റ് ചോദിക്കാം. അപ്പോൾ എന്തൊക്കെ ഡ്രീംസ് ഉണ്ടോ അതെല്ലാം അതിൻ്റെതായ രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു. അപ്പോൾ ബൈ.